എന്തായാലും പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് സ്മിത ചെയ്ത കുറച്ച് വർക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വീട് ഭംഗിയാക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഇന്റീരിയർ ഡിസൈനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പോകാം അല്ലേ? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയാമോ? ഇപ്പോൾ ഇന്റീരിയർ ഡിസൈൻ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എന്താണോ നമുക്ക് അവൈലബിൾ അത് തന്നെയാണ് നമ്മളെ ട്രെൻഡ് അല്ലേ. പക്ഷേ ട്രെൻഡ് ഡിപ്പെൻസ് ആണ്. ട്രെൻഡ് നമുക്ക് ഒരു മൂന്നായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഒരു ഇന്റീരിയർ ഓഫ് കോഴ്സ് മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ ഒരു ട്രെൻഡ് തന്നെയാണ്. അതിൻ്റെ രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വില്ല അല്ലെങ്കിൽ ഫ്ലാറ്റ് അതിൻ്റെ ഒരു അലൈൻമെന്റ് അനുസരിച്ച്. ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് എല്ലാ വില്ലകളിലും എല്ലാ വീടുകളും അപ്ലിക്കബിൾ ആവില്ല അല്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അതൊരു ക്രൈറ്റീരിയ. ദെൻ തേർഡ് വൺ ഓഫ് കോഴ്സ് ഇന്റീരിയർ ഡിസൈനറുടെ ക്രിയേറ്റിവിറ്റി അല്ലെ. ക്രിയേറ്റിവിറ്റി ഡസ് മാറ്റേഴ്സ് പറഞ്ഞു. നമ്മളിപ്പോൾ അനുഷ്ഠ ചെയ്യുന്ന ഡിസൈനർ ആണെന്നെങ്കിൽ നിങ്ങൾ വ്യൂ ആവില്ല എൻ്റെ വ്യൂ അല്ലെ. അപ്പൊ ക്രിയേറ്റിവിറ്റി ഒരു ഡിസൈനറുടെ എന്താ പറയുക അതന്നെ ഏറ്റവും വലിയൊരു ഘടകം അല്ല. അതിന് ശേഷമാണ് മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ ഏത് രീതിയിൽ എത്ര ഭംഗിയിൽ ഏതൊക്കെ വീടുകളിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ വെക്കണം എന്നുള്ളത് നമുക്ക് ഒരു തീരുമാനമാവുന്നത്. അപ്പൊ അതുകൊണ്ട് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ട്രെൻഡ് ഇല്ല. ലൈക്ക് ഫാഷന്റെ പോലെ തന്നെ അത് സീസൺ അനുസരിച്ചിട്ട് ഇത് മാറും. സീസൺ അനുസരിച്ചിട്ട് മാറും ഡിസൈനിങ്. പക്ഷെ അത് കമേഴ്സ്യൽ ആയിട്ട് വലിയ വ്യത്യാസങ്ങൾ നമുക്ക് വരില്ല. കാരണം കമേഴ്സ്യൽ എന്നും മാർക്കറ്റുള്ളതാണ് അല്ലെ. ഇപ്പം നമുക്ക് ഓഫീസ് ആണെങ്കിലും അതുപോലെ വേറെ കമേഴ്സ്യൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ബ്യൂട്ടി സ്പാ അങ്ങനെ എല്ലാം അതും നമ്മൾക്ക് ഒരുപാട് മാർക്കറ്റിംഗ് ഉള്ള. പക്ഷെ വീടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ദീപാവലി മേക്ക് ഓവർ വരാം. അതുപോലെ ഇപ്പൊ റീസെന്റ് നമുക്ക് കിട്ടുന്ന വർക്കുകളെല്ലാം ഈദ് മേക്ക് ഓവർ. അതുപോലെ കുട്ടികളുടെ വെക്കേഷൻ ആണ്. അപ്പോൾ വെക്കേഷന് കുട്ടികളെ നാട്ടിലേക്ക് വിട്ടിട്ട് അവരുടെ റൂമും കാര്യങ്ങളും വീട് മേക്ക് ഓവർ ചെയ്യുന്ന അങ്ങനെ കുറെ ആൾക്കാർ. അങ്ങനെ ഇത് ഡിപ്പെൻസ് ആണ്. നമ്മളുടെ റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുമ്പോൾ അത് ഡിപ്പെൻസ് ആണ്. നമ്മളുടെ ഫെസ്റ്റിവൽസിനനുസരിച്ച് മാറാം. ദീപാവലിക്കൊക്കെ മിക്കവാറും നമ്മളെ നോർത്ത് ഇന്ത്യൻസിന്റെ ഒരുപാട് വർക്കുകൾ നമുക്ക് കിട്ടാറുണ്ട്. കാരണം അല്ലെങ്കിൽ ഈവൻ പാരന്റ്സ് നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു മേക്ക് ഓവർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അത് സീസൺ വൈസ് റെസിഡൻഷ്യൽ ഈ ഭാഗത്തേക്ക് നമുക്ക് ബാധിക്കുമെങ്കിലും കമേഴ്സ്യൽ മൂവ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം കമ്പനികളായാലും ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് അതുപോലെ ഓഫീസസ് ഇപ്പോൾ ബ്യൂട്ടി സ്പാ നമ്മളിപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടൊരു ബ്യൂട്ടി സ്പാ ജുമാരയിലൊക്കെ ചെയ്ത് ജസ്റ്റ് ഒരു പൂൾ അടക്കം വെച്ചിട്ടാണ്. ഇറ്റ്സ് വെരി ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലെഡ് ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക ആംബിയൻസ് തന്നെയാണ് അവിടെ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക അതൊക്കെ എന്നും മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച് സീസൺ വൈസ് അഫക്റ്റ് ചെയ്യാതെ പോകുന്ന കാര്യങ്ങൾ. വീടുകൾ ഓഫ് കോഴ്സ് പിന്നെ നമ്മളും ഇതേപോലെ നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മളൊന്ന് പുറകോട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ വർക്കേഴ്സ് മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. വീടുകളൊക്കെ പേഴ്സണലി ഞാൻ തന്നെ പോയി വിസിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ തന്നെയാണ് ഇനീഷ്യേറ്റീവ് എടുക്കാറ്, ഞാൻ തന്നെ ഡിസൈൻ വരച്ചു കൊടുക്കാറ്, എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഓഫീസേഴ്സ് സ്റ്റാഫുകൾ മാനേജ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ 3D ഒക്കെ ഉണ്ടല്ലോ, 3D 4D ഒക്കെ അത് ഇവിടെയും കേരളത്തിലുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇവിടുത്തെ കുറിച്ചിട്ടൊന്ന് പറയാമോ? ദുബായ് ഇവിടെ നമുക്ക് വീടുകൾ നമ്മൾ 3D ആയിട്ട് ഇവിടെ ചെയ്ത് കൊടുക്കാറില്ല. നമുക്ക് ജസ്റ്റ് വെർബലി പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം ഒരു ഏരിയയിലെ ഫ്ലാറ്റോ അല്ലെങ്കിൽ വില്ലയല്ലോ നമ്മളിവിടെ ചെയ്യുന്നല്ലോ. പിന്നെ അതൊരിക്കലും പെർമനന്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പൊ അത് മൂവ് ചെയ്യാൻ ഇപ്പൊ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ മറ്റു ഫ്ലാറ്റിലോട്ട് പോകുമ്പോൾ നിങ്ങൾ വരുമോ കൂടെ മൂവേഴ്സ് ആയിട്ട്. അപ്പൊ നമ്മളിപ്പോൾ മൂവിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡോർ ടു ഡോർ ഒരു ഫ്ലാറ്റിൽ നിന്ന് അടുത്ത ഫ്ലാറ്റിലേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാം. അതുപോലെ മസ്കറ്റിക്കൊക്കെ ഇവിടുന്ന് പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ അതുവരെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക്. എല്ലാ ഫർണിച്ചർ അടക്കം ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം ബബിൾ റാപ്പ് ചെയ്ത് എല്ലാം വൃത്തിയിൽ നമ്മൾ ചെയ്ത് അവിടെ സേഫ് ആയിട്ട് എത്തിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നുണ്ട്. പിന്നെ 2D നമുക്ക് നാട്ടിലത്തെ പ്ലാനുമായിട്ട് നമ്മളെ വരുന്നവർ ഒരുപാടുണ്ട്. നാട്ടിലത്തെ വീടിന്റെ സ്ട്രക്ചറൽ പ്ലാനുമായിട്ട് വരും. അപ്പൊ അതിൽ 2D മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് നമ്മളെ ഇലക്ട്രിക്കൽ പോയിന്റ്സ് സ്പെസിഫിക് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫാന് ലൈറ്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ ലൈറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഫർണിച്ചർ അലൈൻമെന്റും അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഇന്റീരിയർ ഡിസൈനർക്ക് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും നാട്ടിലിപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു വീടാണ്, ഇങ്ങനെയാണ് 2D ഇന്ന സ്ഥലങ്ങളിൽ ബെഡ് സ്പേസ് എവിടെയാണ്, അതിൻ്റെ അടുത്ത് നമ്മൾ പോയിന്റ് എവിടെ വരുന്നത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ 2Dയിൽ ഒരു ഓട്ടോകാഡ് 2D ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. 3D എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് ആണ് അതിന്. 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എങ്ങനെയാണ് ഒരു വീട് കാണുന്നത്, അതധികം എങ്ങനത്തെ ആൾക്കാരെ വരുന്നത്, അതായത് പിള്ളേർക്കാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അല്ല, നോർത്ത് ഇന്ത്യൻസും നമ്മളെ മലയാളീസ് ഇപ്പോൾ ഒരുപാട് ഇതിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് നാട്ടിലെ വീടുകൾ പണിയുമ്പോൾ വേണം എന്ന് പറഞ്ഞിട്ട് തന്നെ വരുന്നവർ ഒരുപാടുണ്ട്. പണ്ടൊക്കെ ഒന്ന് പുറകോട്ടടിച്ചിരുന്നവര്, ഇപ്പൊ അതല്ല. ഇപ്പൊ എല്ലാതും ഇപ്പൊ പുതുതായിട്ട് ആരാണോ പ്ലാൻ എടുത്ത് ഇപ്പൊ NTVയിലൂടെ നമ്മളെ അറിയുകൊണ്ട് പല ആൾക്കാരും നമ്മുടെ അടുത്തേക്ക് നേരിട്ട് വന്ന് ചോദിക്കാറുണ്ട് 3D ചെയ്തു തരുമോ, അതുപോലെ 2Dയിലാണെങ്കിൽ 2Dയിൽ അങ്ങനെ ചെയ്തു തരുമോ. അത് നമ്മുടെ ഡിപ്പെൻസ് മീൻസ് ബഡ്ജറ്റ് വൈസ് ഡിഫറൻസ് ആണ്. അതുകൊണ്ട് ചിലർ 2D ഓപ്റ്റ് ചെയ്യും, ചിലർ 3D ഓപ്റ്റ് ചെയ്യും. 3D തന്നെ രണ്ട് സെഗ്മെന്റ് ആയിട്ട് നമുക്ക് പറയാം. 3Dയിൽ ജസ്റ്റ് വെറും ഫോർമൽ ആയിട്ടുള്ള വെറും പ്ലേസ്മെന്റ് മാത്രം കൊടുത്ത് ചെയ്യുന്നതുകൊണ്ട് ഫുൾ ഡയമെൻഷൻ കൊടുത്ത് A to Z ഡയമെൻഷൻ കൊടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു കബോർഡാണ് നമ്മളവിടെ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കബോർഡ് വാളിൽ നിന്ന് എത്ര അകലത്ത് നിന്നാണ് നമ്മൾ വെക്കേണ്ടത്,
അതായത് നമ്മളല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഒരു വേറൊരു ഡിസൈനർ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഈ ക്ലയന്റിനോട് ചോദിക്കേണ്ടി വരുന്നില്ല. കാരണം A to Z അതിൽ എല്ലാ ഡയമെൻഷൻ അടക്കം നമ്മൾ കൊടുക്കും. അങ്ങനെ ഒരു 3Dന്റെ നോർമൽ ആയിട്ടുള്ള പ്ലേസ്മെന്റ്, വാൾ കളേഴ്സ്, ഈവൻ പെയിന്റിങ്സ്, അതിന്റെ മുകളിൽ വരുന്ന ലെഡ് ലൈറ്റ്സ്, ഈച്ച് ആൻഡ് എവരി കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവര് ഇന്ന കളർ വേണമെന്ന് പറയാറുണ്ടോ, അത് നിങ്ങളാണോ? പിന്നെ അങ്ങനെ പറയുന്നവരും ഉണ്ട്. പക്ഷെ ചിലത് ഇപ്പൊ ഇവിടുത്തെ ഫ്ലാറ്റുകളൊക്കെ ഇപ്പൊ നമുക്കറിയാം ഒലീവ് ഗ്രീനും ഡാർക്ക് ബ്രൗൺ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അങ്ങനെ ഞാനിപ്പോൾ അടുത്തൊരു റീസെന്റ് ഒരു ഫ്ലാറ്റിൽ പോയപ്പോൾ ഞാൻ കണ്ടു അവർ ഡിസൈൻ ചെയ്തതാണത്. പക്ഷെ അത് ഞാൻ പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഇരുട്ട് വരിക ചെയ്ത ഫ്ലാറ്റിന് അല്ലേ. അപ്പൊ അതാണ് നമ്മൾ ഡിസൈനറുടെ വ്യൂവിൽ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സൺലൈറ്റ് കമ്മിയുള്ള ഫ്ലാറ്റാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക രാവിലെ തന്നെ ട്യൂബ് ലൈറ്റ് ഇടേണ്ട ഒരു അങ്ങനത്തെ ഒക്കെ പല രീതിയിലുള്ള ഫ്ലാറ്റുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചില റൂം ഡാർക്ക് ആയിരിക്കും, ചില ഹാള് ലിവിംഗ് റൂമിൽ ലൈറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ സമയങ്ങളിൽ നമ്മൾ ഏത് റൂമിൽ ഏത് വാൾ പെയിന്റ് കൊടുക്കണം എന്നുള്ളത് ഡിസൈനർക്ക് അറിയുന്ന പോലെ ചിലപ്പോൾ നോർമൽ ഒരാൾക്ക് അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ ഒരു ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറെ പെയിന്റ് മാറി മാറി വാൾസിൽ അടിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പൊ നമ്മുടെ ഇടയിൽ കാണുന്നുണ്ട്. അതല്ല ഡിസൈനിങ് ബേസിക്കലി. പിന്നെ ചിലപ്പോൾ അനുഷ്ഠയുടെ വീട്ടിൽ ചെയ്യുന്ന ആ ഒരു ഭംഗി ആയിരിക്കില്ല തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ കൊടുക്കുന്നത്. അതെ, അലൈൻമെന്റ്. അപ്പൊ നമ്മൾ ഫ്ലാറ്റ് എന്നെ വിളിക്കുമ്പോൾ പേഴ്സണലി ആ ഫ്ലാറ്റ് പോയി വിസിറ്റ് ചെയ്യുന്നുണ്ട്. വിസിറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ അവിടെ ഇരുന്നിട്ടാണ് നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നത് ഇത് എവിടെ ചെയ്യണം. അതാണ് ക്രിയേറ്റിവിറ്റി. അപ്പൊ അതിൽ നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ മാക്സിമം 15 to 20 ഡേയ്സിൽ നമ്മൾ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇവിടെ എല്ലാവരും തിരക്കുള്ളവരാണ്. പിന്നെ പാരന്റ്സിന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് ഇവർ നമ്മളെ വിളിക്കുന്നത്. അപ്പൊ പാരന്റ് റൂമൊക്കെ നമ്മൾ ധൃതിപ്പെട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. പാരന്റിന്റെ ഈച്ച് ആൻഡ് എവറി ഇപ്പൊ ബെഡ് കോട്ടൊക്കെ ആണെങ്കിൽ അവർ എല്ലാ സാധനങ്ങളും സൂക്ഷിക്കാനും കയ്യെത്തുന്ന തരത്തിൽ അവർക്ക് എടുക്കാനും നമ്മളൊരു സഹായം ഇല്ലാണ്ട് തന്നെ അവർക്ക് ചെയ്യത്തക്ക രീതിയിൽ. ഇപ്പൊ പാരന്റ്സിനൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് പെർമനന്റ്ലി വിസ എടുത്ത് കൊണ്ടുവരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനത്തെ അപ്പൊ നമ്മൾ ചെന്നതിന് വിസിറ്റിന് ശേഷമാണ് നമുക്ക് ആ ക്രിയേറ്റിവിറ്റി തുടങ്ങുന്നത്. പക്ഷെ അത് ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ഡാർക്കായിട്ട് ആ പെയിന്റ് ഒക്കെ രണ്ടാമത് നമുക്ക് ലൈറ്റ് ഷെയ്ഡ് അടിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അതിന്റെ പിന്നിൽ. കാരണം അത് മുഴുവൻ ഉരച്ച് കളഞ്ഞിട്ട് വേണം പുതുതായിട്ട് അടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനത്തെ അങ്ങനെ ഒരു ഡിസൈനിങ് പറഞ്ഞാൽ അങ്ങനെ എന്തോ ആണ്. കുറെ കളേഴ്സ് ഡിഫറെന്റ് വാൾസിൽ ഒരാള് വന്നിട്ട് എനിക്ക് ഇന്ന ഡിസൈൻ എനിക്ക് ഇഷ്ടം ഡാർക്ക് കളേഴ്സ് ആണെന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും ഞാനൊരു പരിധി വരെ. കുട്ടികളുടെ റൂമൊക്കെ ആണെങ്കിൽ ഒരു വാൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഡാർക്ക് കളേഴ്സ്, അവർക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാറ്. അപ്പൊ അത് ഓക്കെ. ബാക്കി 3 വാൾസും ലൈറ്റ് ആകുമ്പോൾ ഇത് കുറച്ചും കൂടി എന്നാൽ കൂടി ഡാർക്ക് കളേഴ്സ് ചില റൂമുകളിൽ ചെറുപ്പം കാണിക്കും, റൂമിനെ ചെറുതാക്കും ഡാർക്ക് കളേഴ്സ് അടിക്കുമ്പോൾ. എന്നാൽ കൂടി ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ. കുട്ടികളുടെ ഇഷ്ടങ്ങളല്ലേ. പിന്നെ കിഡ്സ് റൂം ഓഫ് കോഴ്സ് എന്നും ട്രെൻഡുള്ള ഒരു സാധനമാണ്. കിഡ്സ് റൂമിൽ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഇപ്പൊക്കെ റീസെന്റ് നമുക്ക് വന്ന പുതിയ ലോഞ്ചസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചൈനയിൽ നിന്നും തായ്വാനിൽ നിന്നൊക്കെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ള കേർട്ടൻസ്, അതായത് കസ്റ്റമൈഡ് കേർട്ടൻസ് ആണത്. കുട്ടികളുടെ ഫോട്ടോസ് വെച്ചിട്ട് പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സ് മുമ്പ് മുതലേ ഇവിടെ ട്രെൻഡ് ഉണ്ട് മാർക്കറ്റിൽ. നമുക്ക് ഇതിപ്പോ ഒരു പുതിയതായിട്ട് നമ്മൾ ലാമിനേറ്റ് ചെയ്ത് മക്കളുടെ ഫോട്ടോ, ബട്ട് വാഷബിളും ആണ് കേട്ടൻ. അങ്ങനെ ആയിട്ടുള്ള വളരെ ട്രെൻഡി ആയിട്ട് അതൊക്കെ അവർക്ക് എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് റൂമിലേക്ക് വരാനും ഈവൻ അതെ ഡിസിപ്ലിൻ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും മക്കൾക്ക്. കുട്ടികളുടെ റൂം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അപ്പൊ അവര് ഷെൽഫ്, അവര് ഡ്രസ്സർ, അതുപോലെ അവരുടെ സ്റ്റഡി ടേബിൾ, അങ്ങനെ വരുമ്പോൾ അവരുടെ ഒന്നുകൂടി നമ്മൾ റൂം നന്നാക്കണം എന്നുള്ള ഒരു ചിന്ത അതിൽ ഒരുപാട് പ്ലസ് തന്നെ എനിക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം കിഡ്സ് റൂമിൽ ഒരുപാട് ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ വാൾപേപ്പേഴ്സ് ഉണ്ട് എന്നും ട്രെൻഡുള്ള പോലെ തന്നെ. ലൈറ്റിന്റെ ഇമ്പോർട്ടൻസ് നല്ല ലൈറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് കേറുമ്പോൾ തന്നെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ലൈറ്റ്, ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ വെച്ചാലും സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്ന പെയിന്റുകളും അതുപോലെ സൺലൈറ്റ് കമ്മി വരുന്ന ഫ്ലാറ്റുകളിൽ കൊടുക്കേണ്ട പെയിന്റുകളും രണ്ടാണ്. നമ്മൾ ഇപ്പോൾ പെയിന്റ് സെലക്ട് ചെയ്യാൻ നമ്മളെ വിളിക്കുന്നവരുണ്ട്. എനിക്കങ്ങനെ സെലക്ട് ചെയ്യാൻ അവരെ വീട്ടിലോട്ട് പോകണമെന്നില്ല. കാരണം എനിക്ക് ബൈഹാർട്ടാണ് ജോട്ടന്റെ നമ്പറും അതുപോലെ നാഷണൽ പെയിന്റ്സ് എന്താണെങ്കിലും നമ്പേഴ്സ് നമുക്ക് ബൈഹാർട്ടാണ്. പക്ഷെ അവര് വീടാണ് നമുക്ക് കാണേണ്ടത്. വീട് കണ്ടിട്ടാണ് ഇപ്പൊ ഇവിടെ അടിക്കുന്ന പെയിന്റ് ആയിരിക്കില്ല തൊട്ട് അപ്പുറത്തെ റൂമിൽ ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരിക. അപ്പൊ ആ ഫ്ലാറ്റ് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക്, അല്ല വെറും നമ്പർ 002 അല്ലെങ്കിൽ 001 അങ്ങനെ അറിഞ്ഞുകൊണ്ട് നമുക്ക് അത് കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട് നമുക്ക്. ഇപ്പൊ വാട്സപ്പ് കൂടെ ഒരുപാട് ആൾക്കാർ സംശയം ചോദിക്കുമ്പോഴും പേജ് ആയാലും, എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് സ്മിതം ഇന്റീരിയേഴ്സ് പറഞ്ഞ പേജിലായാലും മെസ്സേജ് അയച്ച് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് എന്നാ ഓക്കെ റെഡ് കൊടുത്തോളൂ അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. അല്ലെങ്കിൽ ഇന്ന നമ്പർ നിങ്ങൾ ജോട്ടനിൽ പോയി വാങ്ങിച്ചടിച്ചോളൂ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അവിടെ പോയി പേഴ്സണലി വിസിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക അവിടെ ലൈറ്റ് ഫെസിലിറ്റി നമുക്ക് എത്ര ഉണ്ട്, ആർട്ടിഫിഷ്യൽ ലൈറ്റ് നമുക്ക് എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ അവർ ഫേർണിച്ചർ അനുഷ കണ്ടിട്ടുണ്ടാവും ജങ്കി ആയിട്ടുള്ള ചെറിയ ഫ്ലാറ്റിലും ഭയങ്കര ജങ്കി ആയിട്ടുള്ള ഫേർണിച്ചേഴ്സ് ആൾക്കാർ ഇടുന്നത്. കാരണം അത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മോസ്റ്റ്ലി നമ്മൾ മലയാളീസ് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കറിയാം വാസ് 120 now 60 എന്നൊരു ബോർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ക്രൗഡ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ.
തീർച്ചയായും. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലേഡീസിൻ്റെ അടുത്തും പറയാറുണ്ട്, അത് 10 dirham ആണെങ്കിൽ പോലും നമ്മളെ വീട്ടിലേക്ക് ആവശ്യമാണെങ്കിൽ മാത്രം നമ്മളത് എടുത്താൽ മതി. അതെ, വാങ്ങി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് ഇല്ല, എവിടെ കൊണ്ട് നിറയ്ക്കണം. പിന്നെ നിറയ്ക്കുന്നത്, പിന്നെ അത് എവിടെയും വെക്കണ്ടേ, അതിന് വേണ്ടി നിറച്ച് വെക്കുകയാണ്. അപ്പൊ അതിനേക്കാൾ നല്ലത് ആ ഒരു പൈസ നിങ്ങൾ എടുത്തു വെച്ച ശേഷം ഒരു പെയർ കേട്ടൻ കൂടി വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു പെയർ സോഫയുടെ കുഷ്യൻസിന്റെ കവേഴ്സ് ഒരു പെയറും കൂടി വാങ്ങിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് മന്ത്ലി എങ്കിലും ഇതൊക്കെ ഒന്ന് മാറ്റി വേറൊരു ലുക്ക് നമ്മളെ റൂമിന് വരുത്താൻ പറ്റും. നേരെ മറിച്ച് എവിടെയെങ്കിലും ഇങ്ങനെ സെയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഫർണിച്ചർ ഷോപ്പിലെല്ലാം സെയിൽ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ, 70%, 80%. ഓടിപ്പോയി നമ്മൾ അതൊക്കെ വാങ്ങിച്ച് പിന്നെ ഇത് എവിടെ വെക്കേണ്ടതെന്ന് അറിയാണ്ട് നമ്മളെ വിളിക്കുന്നവരുണ്ട്. ഇതൊക്കെ നമ്മൾ സെയിലിൽ വാങ്ങിച്ചതാണ് റീസെന്റ്, ഇത് എവിടെ നമ്മൾ പ്ലേസ് ചെയ്യണം വീട്ടിൽ. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് നമുക്ക് വീടിനെ സമീപിക്കാം. കാരണം എപ്പോഴും ഒരു വീട് ഭംഗിയായിരിക്കാൻ ആരാ ഇഷ്ടപ്പെടാത്ത? എന്താ പറയാ, ഈ ഓഫീസിന്റെ ഇടയിലൊക്കെ പോയി തലയ്ക്ക് ഇതൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് റിലാക്സ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലം. ഇങ്ങനെ ഇതുപോലെ ആണെങ്കിൽ നമുക്ക് കയറാൻ തന്നെ. അതേ പറയാം. അപ്പൊ നമുക്ക് നാളേക്കുള്ള ഒരു എനർജി പോലും നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ എണീക്കുമ്പോൾ അല്ലെ, അപ്പൊ നമ്മൾ കിടക്കുന്ന ഇപ്പൊ അനുഷ്ഠിക്കാറ് ഒരു മലയാളിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ശരാശരി ഒരു ബെഡ് പോലും, ഒരു മാസ്റ്റർ ബെഡ് പോലും പ്രോപ്പറായിട്ട് വെക്കാത്തവർ എത്രയോ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാർ തന്നെ ഉണ്ട് അതിൽ. കാരണം അവർ സേവ് ചെയ്യാണ് നാളേക്ക് വേണ്ടിയിട്ട്. അവര് പോസ്റ്റർ കിടക്കുന്ന പോസ്റ്റർ പോലും ശരിയാവാണ്ട് ഇപ്പൊ ഈവൻ ഇരിക്കുന്ന നമ്മളുടെ ഈ ഓഫീസ് ചെയേഴ്സ് നമ്മളെടുത്ത് എടുക്കുന്നവരുണ്ട്. അതായത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. നമ്മൾ 8 hours 6 hours നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നില്ലെങ്കിൽ നമ്മൾ ഒരു സർട്ടൻ ഏജ് കഴിഞ്ഞാൽ നമ്മളെ ബാക്ക് ബോണും അതും എല്ലാം പ്രോബ്ലംസ് വരിക. അപ്പൊ കിടക്കുന്ന എനർജി അല്ലേ നമുക്ക് നാളെ രാവിലേക്ക് കിട്ടുന്നത്. കിടക്കുന്ന ഒരു പ്രോപ്പർ ഒരു മെഡിക്കേറ്റഡ് മാട്രസോ ഒരു നല്ല ഒരു ബെഡോ ഇല്ലാത്ത എത്രയോ ഫാമിലീസ് ഉണ്ട്. അവര് നമ്മളെ എന്തിനാ അപ്പോഴും വിളിക്കുന്ന അറിയാം, അവര് ഇവിടുത്തെ ഫ്ലാറ്റ് ചെയ്യാനല്ല, അത് നമ്മളെ വിളിക്കുന്നത് നാട്ടിൽ നമ്മൾക്കൊരു വീടുണ്ട്, നാട്ടിൽ നമുക്കൊരു വീടുണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ നമുക്കൊരു ഫ്ലാറ്റ് റീസെന്റ് നമ്മൾ എറണാകുളത്ത് എടുത്തിട്ടുണ്ട്, അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്മിതയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും, എങ്ങനെ അതിന്റെ 2D 3D അങ്ങനത്തെയൊക്കെ. അപ്പൊ ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ അവരെ വീട് 4 പുറവും നോക്കാറുണ്ട്. കാരണം അത് കേർട്ടൻസ് ഒക്കെ ചിലപ്പോൾ ഒടിഞ്ഞു തൂങ്ങി വീഴാറായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിറയെ ഡസ്റ്റി ആയിട്ടുള്ള കേർട്ടൻസ് ആയിരിക്കാം. ഈവൻ ഇപ്പോൾ ഒരു ഫ്ലവർ വേസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാലങ്ങളായി മൂവ് ചെയ്യാണ്ട് അവിടെ തന്നെ വെച്ച് ഡ്രൈ ഫ്ലവേഴ്സ് ആണെങ്കിൽ അങ്ങനെ. അപ്പൊ നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ് ആ വീട്ടിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ അതിനേക്കാളും ഞാൻ പറയുമ്പോൾ നമ്മള് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു വൃത്തിയിൽ ഡ്രസ്സ് ഇട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഒരു വൃത്തിയിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതല്ലേ നമ്മള് ഹസ്ബൻഡ്സ് ആയാലും ആരായാലും വീട്ടിൽ കയറുമ്പോൾ ഒന്ന് നല്ല. അതെ, കുട്ടികളായാലും നമുക്ക് വൃത്തിയിൽ വെൽ ഡ്രസ്ഡ് ആയിട്ട് മേക്കപ്പ് ചെയ്ത് ഭംഗിയിൽ നിൽക്കണം എന്നല്ല പറഞ്ഞത്, ഒരു കാണുമ്പോൾ കണ്ണിന് നല്ലത്. അതെ അതെ അതെ, അങ്ങനെ ചെയ്യുന്ന അതേ ഒരു രീതി തന്നെയാണ് പണ്ട് മറ്റേ എന്താ പറയാ കവികളൊക്കെ പാടിയിരുന്ന മറ്റേ പൂമുഖപ്പടിയിലൊക്കെ പാടിയിട്ട് അങ്ങനത്തെ പാട്ടുകളൊക്കെ അതിന് ക്രിയേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള പാട്ടുകൾ. അതിൻ്റെയൊക്കെ ഇന്നർ ഇത് തന്നെയാണ്, വീട് വൃത്തിയാക്കി വെക്കുക, നമ്മൾ പേഴ്സണലി വൃത്തിയായിട്ട് നിൽക്കുക, നല്ല ഡ്രസ്സുകൾ ഇട്ട് നന്നായ രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. അത് നമ്മളൊരു ഗസ്റ്റ് വരുമ്പോൾ മാത്രം ഓടിപ്പടച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറഞ്ഞ് നമ്മൾ വൺസ് ഒരു വീട് സെറ്റ് ചെയ്ത് കൊടുത്താലും ഞാൻ പറയാറുണ്ട് നിങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വൺസ് ഇൻ എ മന്ത് ഒക്കെ നമ്മൾ കേർട്ടൻസും ഇതേപോലെ കുഷൻ കവേഴ്സും അതെ വീക്കിലി വൺസ് ബെഡ് സ്പ്രെഡ്സ് ഒക്കെ ഒന്ന് മാറ്റുക, കുറച്ച് കളർഫുൾ ആയ ബെഡ്ഷീറ്റിലൊക്കെ വിരിച്ച് കിടക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് അതിലേക്ക് കൂടുതലേക്ക് പോവാം, നമുക്കൊരു വീഡിയോ കൂടി കാണാം. വീഡിയോ